Magic morning. Magic moment. മാജിക് മോർണിംഗ് ടു ഓൾ. ബിമാജിക്കിന്റെ 2160 സൂം മീറ്റിലേക്ക് ബിമാജിക്കിന്റെ എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ മൈ മാനിഫെസ്റ്റേഷൻ എന്ന ടോപ്പിക്കുമായി NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാം ആണ് ലീഡ് ചെയ്യുന്നത്. സോ വെൽക്കം പ്രവീണ മാം. പ്രവീണ മാം, ഞാനും വോയിസ് ആക്കിയിട്ട് നിങ്ങളെട്ടോ. ഓക്കെ, കറണ്ട് ഇല്ല ഇവിടെ. ഞാൻ തുടങ്ങിയപ്പോഴേ പ്രവീണ മാമിന്റെ ഒരു പോസിറ്റീവായ ഒരു ചിരിയാ ഞാൻ കണ്ടേ. അങ്ങോട്ട് അങ്ങോട്ട് പറയാൻ വെൽക്കം പറയാൻ വന്നപ്പോ മാം ചിരിച്ചോണ്ട് ഒരു മാജിക് മോർണിംഗ് പറഞ്ഞു. വെൽക്കം മാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ അല്ലേ? വെൽക്കം വെൽക്കം. അപ്പൊ ചെറിയൊരു കൊണ്ടയിൽ ആരോന്ന് കയറി പിടിച്ചു എന്ന് തോന്നുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഷൈമിന ആക്കി കേട്ടോ. സാറേ ഷൈമിന വോയിസ് ആണത്. ഓക്കെ, വോയിസ് ആക്കി. അപ്പൊ നമുക്ക് എന്റെ കറണ്ട് ഇല്ല, കറണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. അപ്പൊ ഒരാള് ഒരു കഥ പറയാം. നടന്ന കഥയെന്ന് വെച്ചോ, ഒരു കഥയല്ല. അപ്പൊ ഒരാൾ ഒരു ഹോട്ടലിൽ പോവാണ്. ഹോട്ടലിൽ പോയിട്ട് മെനു ഒക്കെ ഇങ്ങനെ നോക്കി. അപ്പൊ മെനു നോക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പൊ മെനു നോക്കുന്ന സമയത്ത് പലതും കാണുന്നില്ല. അപ്പൊ ഓ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ, എനിക്ക് എന്തായാലും ബ്രെഡും ബട്ടറും മതി. ഓക്കെ, അപ്പൊ അപ്പൊ നമ്മുടെ വെയിറ്റർ എന്ത് ചെയ്തു, ബ്രെഡും ബട്ടറും ഓർഡർ ചെയ്തില്ല. ഓക്കെ മാം, ഞാനിപ്പോ എത്തിച്ചു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ആ സമയത്താണ് തൊട്ടപ്പുറത്തെ ടേബിളില് ഒരാള് നല്ല ഇഷ്ടമുള്ള, നല്ല മധുരമുള്ള, ഈ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അവിടെ നിന്ന് കഴിക്കുന്നത് കണ്ടു. അപ്പൊ ഇദ്ദേഹം ആദ്യം ഓർഡർ ചെയ്ത വ്യക്തി ഇത് നോക്കിയിട്ട് പറയും, താങ്കൾക്ക് ഇത് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് മെനുവിലുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലല്ലോ, എനിക്ക് ഇത് മതിയായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, ഓർഡർ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എന്ത് ചെയ്തു, വെയിറ്ററിനെ വിളിച്ചു. വെയിറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ ബ്രെഡും ബട്ടറും വേണ്ട, എനിക്ക് ഇതാ അദ്ദേഹം കഴിക്കുന്ന ആ സാധനം മതി, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ തരാം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും വെയിറ്റർ അങ്ങ് പോയി. അപ്പൊ ഈ ആദ്യം വന്ന വ്യക്തി പറഞ്ഞു, വിശന്നിട്ട് വയ്യത് എപ്പോ വരുമോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വെയിറ്റർ മേശപ്പുറത്ത് ഒരു ടേബിളിൽ ഒരു പ്ലേറ്റിൽ കൊണ്ടുവച്ചു. അപ്പൊ നോക്കുമ്പോ അത് ബ്രെഡും ബട്ടറും. അപ്പൊ ഈ വ്യക്തി പറഞ്ഞു, ഞാൻ ബ്രെഡും ബട്ടറും മാറ്റിയിട്ട് നിങ്ങളോട് ആ മധുരമുള്ള സാധനം തരാനല്ലേ പറഞ്ഞത്. അപ്പൊ ആ വെയിറ്റർ ഒന്ന് ചിരിച്ചു. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട്, തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന ആരോട് ചോദിക്കും, ഓർഡർ ചെയ്തിട്ട് പോലും എനിക്കിത് കിട്ടിയില്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷന്റെ കുഴപ്പം. ഓർഡർ ചെയ്തിട്ട് എന്തില്ല, കിട്ടുന്നില്ല. അഫർമേഷൻ ചെയ്യുന്നുണ്ട്, വിഷൻ ബോർഡ് ശരിയാക്കിയിട്ടുണ്ട്, വിഷ്വലൈസേഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത, ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കുന്നില്ല എന്നാണ് പ്രശ്നം. അപ്പൊ ഈ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആള് ഇതിങ്ങനെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. എങ്ങനെയാണ് വ്യക്തമാക്കി കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യം വന്നപ്പോ ഈ ഓർഡർ ചെയ്ത വ്യക്തി പറഞ്ഞത് എന്താ, എനിക്ക് വിശക്കുന്നു, നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അതാണ് നമ്മുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. എനിക്ക് ഇന്നത് വേണം എന്ന് പറയാൻ അറിയുന്നില്ല. അത് പറയാൻ അറിയുന്നത് കൊണ്ടാണ് നേരെ ഓപ്പോസിറ്റിലുള്ള ഉള്ള വ്യക്തിക്ക് അദ്ദേഹം പറഞ്ഞ സാധനം കിട്ടിയത്. അപ്പൊ എനിക്ക് ഇന്നതാണ് കഴിക്കാൻ വേണ്ടത്, അല്ലെങ്കിൽ എന്റെ ആഗ്രഹം ഇതാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ആദ്യം പഠിക്കണം എന്നാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ പറയുന്നത്. അതായത് എനിക്ക് ഇപ്പൊ ഗോവയ്ക്ക് പോകണം എന്ന് വിചാരിക്കാം. എനിക്ക് ഗോവയ്ക്ക് പോകണം, എങ്ങനെ വേണമെങ്കിലും പോവാം. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോവാം, ട്രെയിനിൽ പോവാം, ബസ്സിൽ പോവാം, ബൈക്കിൽ വേണമെങ്കിലും പോകാം, സ്വന്തം കാർ എടുത്ത് വേണമെങ്കിലും പോകാം. ഇനി അതുമല്ല, വഴിയിൽ പോണ ലോറിക്കാരന്റെ കൂടെ ലിഫ്റ്റ് ചോദിച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. അപ്പൊ ഗോവയ്ക്ക് പോക്ക് മര്യാദയ്ക്ക് നടക്കുമോ? ഇവിടെയാണ് ഇല്ല. അപ്പൊ എനിക്ക് ഗോവയ്ക്ക് പോകണമെങ്കിൽ അതെന്ന് പോണം, അല്ലെങ്കിൽ എന്ന് പോണം എന്നൊരു ഡേറ്റ് നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യണം. ഇനി അത് എങ്ങനെ പോകണം, റോഡ് വഴി പോണോ, ഫ്ലൈറ്റ് വഴി പോണോ,
അതോ കാർ എന്റെ സ്വന്തം കാർ എടുത്ത് പോണോ, അതോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇപ്പൊ KSRTC വിനോദയാത്ര വരെയുണ്ട്, ഇനി അങ്ങനെ പോണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദാറ്റ് ഇസ് സെക്കൻഡ് പോയിന്റ്. പോണെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ പോകണം എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. എനിക്ക് ഫ്ലൈറ്റ് ഇന്ന ദിവസം എന്ന് നമ്മൾ പറഞ്ഞു. ആ ദിവസത്തെ ഗോവയ്ക്ക് പലതവണ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. ഏത് ഫ്ലൈറ്റിന്റെ ഏത് ടൈമിലാണ് നിങ്ങൾക്ക് പോകണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എടുത്ത് ഓരോ വരികളും ഡിഫൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഈ വിഷൻ ബോർഡ് തയ്യാറാക്കുന്ന സമയത്ത് ഗോവയുടെ ചിത്രം ഒട്ടിക്കണം. ആ ഗോവയിലേക്ക് പോകാൻ ഒരു ആരോ മാർക്കിട്ട് ഫ്ലൈറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഒരു എയ്റോപ്ലെയിന്റെ ഫോട്ടോ ഒട്ടിക്കണം. ഈ ഫ്ലൈറ്റ് പോകണം, എപ്പോ പോകണം എന്നുള്ളത് ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും എഴുതി ഒട്ടിക്കാം. ഇങ്ങനെ ഓരോ കാര്യം. അപ്പൊ ഈ ഹോട്ടലിൽ ഇരിക്കുന്ന വ്യക്തി പറയുന്നത് ഇതാണ്, നിങ്ങൾ ആദ്യം പറഞ്ഞത് എനിക്ക് വിശക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കേണ്ടത് എന്തെന്നല്ല നിങ്ങൾ പറഞ്ഞു. ഇതിലൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ആ മെനുവില് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം കാണാതെ പോയത്? ഇവിടെയാണ് നമ്മുടെ പ്രധാന പ്രശ്നം ഇരിക്കുന്നത്. നമ്മുടെ ലൈഫ് ഫുഡില് അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡില് നമ്മൾ കുഞ്ഞുനാളില് നമ്മളെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ച കാര്യം, നമ്മൾ വഴികൾ നമ്മുടെ വ്യക്തികളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് എല്ലാം നമ്മളെ മാനിഫെസ്റ്റേഷൻ പല രീതിയിൽ ബാധിക്കുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊന്നും നടക്കില്ല എന്ന് പാരന്റ്സ് അല്ലെങ്കിൽ കുഞ്ഞുനാളില് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യും. ഓ, ഈ ഫ്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യം ഇതൊരു ചെലവാണ് എന്ന് ചിന്തിക്കുന്ന, ഈ ചെലവിനെ കുറിച്ച് പറഞ്ഞു തന്ന വ്യക്തികൾ നമ്മുടെ മനസ്സിലും സബ് കോൺഷ്യസ് മൈൻഡിലും രേഖപ്പെടുത്തുക ഇതെനിക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഫ്ലൈറ്റിനെ കുറിച്ച് ചിന്തിക്കില്ല. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ എനിക്ക് ബസ് ബുക്ക് ചെയ്ത് പോവാം, അപ്പോഴും ഏറെ ചെലവുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതും നടക്കാതെ പോകും. ഇനി രണ്ടാമതായിട്ട് പറയുന്ന കാര്യം, അപ്പൊ ഇന്നത്തെ മെനുവിലുണ്ട്, പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല. ഇതൊക്കെ യൂണിവേഴ്സ് നമുക്ക് എന്താണോ വേണ്ടത് അത് യൂണിവേഴ്സ് തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇതൊന്നും മെനുവിൽ കാണുന്നില്ല. കാണാത്തത് എന്തുകൊണ്ടാണ്? ഇത് നടക്കില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ചെലവാണ് എന്ന് തോന്നുന്നത് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ എന്തെല്ലാം കടന്നു വന്നിട്ടുണ്ടോ, എന്തെല്ലാം നെഗറ്റീവിലൂടെ പോയിട്ടുണ്ടോ, അതെല്ലാം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ പിന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. ഇനി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവര് പറയുന്നത് ഓക്കെ, ഇനി ഇത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളടുത്ത് കണ്ടു, ശരി എനിക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കാത്തിരിക്കുന്നത്, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഇവര് വരുന്നില്ലല്ലോ, ഇവര് കൊണ്ടുവന്ന് തരുന്നില്ലല്ലോ. ഓക്കെ, എനിക്ക് ഗോവയ്ക്ക് പോകണം, ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, ടൈം ബുക്ക് ചെയ്തു, എല്ലാം മാനിഫെസ്റ്റ് ചെയ്തു. പക്ഷെ ആലോചിക്കുകയാണ്, ഓ ഇനി ഫ്ലൈറ്റിൽ പോവേണ്ട പൈസ എപ്പോ കിട്ടുമോ എന്തോ, ഇനി ഒരു വർഷത്തിനുള്ളിലാണ് ഒരു ഡേറ്റ് കണ്ടെത്തുന്നതെങ്കിൽ ഇപ്പൊ മുതലേ നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കും എന്ത്, അന്നേ ദിവസം എനിക്ക് പൈസ ഉണ്ടാവുമോ എന്തോ, ഫ്ലൈറ്റിന് പൈസ വേണമല്ലോ, അത് ബുക്ക് ചെയ്യണമെങ്കിൽ പൈസ വേണം, ഇത് നടക്കുമോ, എന്റെ കയ്യില് എന്റെ സാലറി ഇത്രയേ ഉള്ളൂ, എന്റെ മന്ത്ലി ഇൻകം ഇത്രയേ ഉള്ളൂ, ഇത് വെച്ച് ഞാൻ എങ്ങനെ ഇത് നടത്തും എന്നാണ് വിചാരിക്കുന്നത്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇവര് തരാത്തത് എന്താണ്, ഇത് എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സി, കംപ്ലൈന്റ് ഈസ് ഗോയിങ് ഓൺ. ഇത് നടക്കുമോ എന്തോ, അന്ന് പോകാൻ എനിക്ക് ക്യാഷ് കിട്ടുമോ എന്തോ, അവിടെ ചെന്നാൽ എനിക്ക് ബീച്ചിലൊക്കെ നടക്കാൻ പറ്റുമോ, ഞാൻ ഉദ്ദേശിച്ച റൂം ഫെസിലിറ്റി ഉണ്ടാവുമോ, അവിടെ ചെന്നാൽ നല്ല ഫുഡ് കിട്ടുമോ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ എന്താണ് അപ്പൊ ഈ ഓർഡർ ചെയ്ത വ്യക്തിക്ക് നല്ല സാധനം കിട്ടിയ വ്യക്തി പറയുന്നത്, യൂണിവേഴ്സ് എപ്പോഴും നമുക്ക് തരുന്നത് നമ്മൾ എന്ത് ഫീല് ചെയ്തുകൊണ്ട് പറയുന്നു എന്നാണ്. വേർഡ്സ് ഒരു പരിധി വരെ മാനിഫെസ്റ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിലും ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓ എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഓർഡർ ചെയ്ത സാധനം എനിക്ക് കിട്ടുമോ എന്തോ, അതോ ഞാൻ ആദ്യം ഓർഡർ ചെയ്ത ബ്രെഡും ബട്ടറും തന്നെയാണോ കൊണ്ടുവന്ന് തരിക, ഇതേ ഫീലിങ്ങോട് കൂടി ഇതേ വേർഡ്സ് പറഞ്ഞു, ആ വേർഡ്സ് പറയുമ്പോൾ ആ ഫീലിംഗ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കംപ്ലൈനിങ് ആണ്, ഒരു സംശയമാണ്. ആ ഫീലിങ്ങോട് കൂടി പറയുമ്പോൾ യൂണിവേഴ്സ് ചിന്തിക്കുന്നത്, ഓ ഇവർക്ക് വേണ്ടത് ബ്രെഡും ബട്ടറും തന്നെയാണ്, അപ്പൊ എന്ത് ചെയ്യും, വെയിറ്റർ ആ ബ്രെഡും ബട്ടറും മാത്രം വീണ്ടും കൊണ്ടുവന്ന് തരും. സോ ദിസ് ഈസ് യൂണിവേഴ്സ് ഈസ് ടെല്ലിംഗ് ടു അസ്. അപ്പൊ നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ
മാനിഫെസ്റ്റേഷൻ ഒക്കെ പലപ്പോഴും ഞാനും ചെയ്യാറുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നതിന്റെ കാരണം ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനും എന്റെ മാനിഫെസ്റ്റേഷനിലെ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ഇത് നടക്കുമോ? ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇത് എപ്പം നടക്കും, ഇതെങ്ങനെ നടക്കും? ദിസ് ഇസ് വി ആർ തിങ്കിങ്. കാരണം ഇത് മെനുവിലുള്ളത് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇത് നടക്കുമോ എന്ന കാര്യം പോലും നമുക്ക് ഉറപ്പില്ല. പിന്നെ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ പൂർത്തിയാകുന്നത്? അത് നാളെ നടക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആലോചിച്ചത് തന്നെ ഇന്നാണ്, പിന്നെ എങ്ങനെയാണ് അത് നാളെ നടക്കാൻ പോകുന്നത്? അത് നാളെ നടക്കണം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആ പാത്ത്, നമ്മുടെ ചിന്തകളും നമ്മുടെ ഫീലിങ്സും എന്ന് ക്ലിയർ ആവുന്നു അന്നേ യൂണിവേഴ്സിലേക്ക് നമുക്ക് വേണ്ട മാനിഫെസ്റ്റേഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പോകുന്ന വഴിയിൽ ഒരുപക്ഷെ ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടായേക്കാം. പക്ഷെ അപ്പോഴും മാനിഫെസ്റ്റേഷനിൽ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോഴും അതാണ്. ആ ബ്ലോക്കുകൾ പോലും ബ്ലോക്കുകളായി കാണുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ മധുരമുള്ള സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ വൈകും. അതല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കയ്യിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. പക്ഷെ ഇത് വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അപ്പൊ അത്തരം ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടി പഠിച്ചെടുത്തത് കൊണ്ടാണ് അത്തരം ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് കൂടി ഞാൻ ആഗ്രഹിച്ചത്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ പറയുന്നത് ഇത്രയാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു കടലാസിൽ എല്ലാ വിശ്വാസത്തോടു കൂടിയും അതേ സന്തോഷത്തോടു കൂടിയും അത് ലഭിക്കപ്പെട്ടതുപോലെ നിങ്ങൾ എഴുതുക എന്നത് ഒന്നാമത്തെ കാര്യം. എന്റെ കരിയറിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഐ ആം ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് എഴുതുക. അല്ലെങ്കിൽ എന്റെ റിലേഷൻഷിപ്പ്, ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏറ്റവും ഭംഗിയായിട്ട് പോകുന്നു എന്ന് ഭംഗിയായി അത് പ്രസന്റ് ടെൻസിൽ നിങ്ങൾ ഒരു കടലാസിൽ എഴുതിയതിനു ശേഷം അതിന് നിങ്ങൾക്ക് അഭിമുഖമായി, അതായത് ഒരു കടലാസ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എഴുതി വിചാരിക്കാം, നിങ്ങൾക്ക് അഭിമുഖമായിട്ട് അത് ഇങ്ങനെ മടക്കുക എന്ന് പറയും. നിങ്ങൾക്ക് അഭിമുഖമായ രീതിയിൽ മടക്കുക. നിങ്ങളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റ് രീതിയിൽ മടക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ പറയും, നിങ്ങളുടെ ആഗ്രഹം ഒരു കടലാസിൽ വ്യക്തമായി പ്രസന്റ് ടെൻസിൽ നിങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ലഭിച്ചു കഴിഞ്ഞ രീതിയിൽ. ഞാൻ ഗോവയിൽ യാത്ര ചെയ്തു, എന്നെ ഇത്തരത്തിൽ അത് ഒരുപാട് സന്തോഷിപ്പിച്ചു. ഞാൻ ആ ബീച്ച് വിസിറ്റ് ചെയ്തു, കാരണം അതാണല്ലോ എന്റെ ആഗ്രഹം. അവിടെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി എന്നൊക്കെ എഴുതി ഇത് നിങ്ങൾക്ക് അഭിമുഖമായി തന്നെ അത് മടക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മാനിഫെസ്റ്റേഷൻ ബോക്സിൽ അത് സമർപ്പിക്കുക. ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് ലഭിച്ചതുപോലെ നിങ്ങളിത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ പിന്നെ അതിനെ കുറിച്ചൊക്കെ മറന്നു തുടങ്ങിക്കോളൂ എന്നാണ് ഈ മാനിഫെസ്റ്റേഷൻ പറഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് അത് നടക്കുമോ എന്നോ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമായിരിക്കും, ഇന്ന ഡേറ്റിനാണ് ഞാൻ പോണമെന്ന് വിചാരിക്കുന്നത്, അതേ കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കത് എത്തുമോ എന്ന് പോലും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവുന്ന സമയത്ത് ചിന്തിക്കണം. ഞാൻ പോയി വന്നു കഴിഞ്ഞു, ഞാൻ അവിടെ എല്ലാം വിസിറ്റ് ചെയ്തു. ആ ബീച്ചിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ തപ്പിയാൽ ഒരുപാട് ഫോട്ടോസ് കിട്ടും. അവിടെ കണ്ടതായിട്ടും ഞാനത് പോയി വന്നതായിട്ടും ഇടയ്ക്കിടയ്ക്ക് അത്തരം സംശയങ്ങൾ തോന്നുമ്പോൾ ഇത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൃത്യമായിട്ടും ആ ദിവസങ്ങളിലേക്ക് വരുന്തോറും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അബണ്ടൻസും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും യൂണിവേഴ്സ് പടിപടിയായി നിങ്ങളിലേക്ക് എത്തിച്ചു തരും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളൊരു കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞ രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുക. അതായതായിട്ട് നിങ്ങൾക്ക് കടലാസിൽ എഴുതി ഭദ്രമായി നിങ്ങൾ മടക്കി ആ മാനിഫെസ്റ്റേഷൻ ബോക്സിലേക്ക് ഇട്ട് സൂക്ഷിച്ചു വെക്കുക. അതായി തീർന്നത് പോലെ ഓരോ കരിയറിലും ഓരോ അവസരം ലഭിക്കുമ്പോഴും അത് ഒരാൾക്ക് നൽകുന്ന, ഇപ്പൊ സൗമന പറഞ്ഞതുപോലെ അത് ഒരാൾക്ക് നൽകുന്ന പുഞ്ചിരിയാണെങ്കിൽ പോലും ആ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ യു ആർ ദ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുമ്പോൾ അതിനുശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും? എപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ പോവുക. കാരണം ഞാൻ നേടിക്കഴിഞ്ഞ വ്യക്തിയല്ലേ, അതേപോലെ കയറി ചെല്ലുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കുക, അതേപോലെ ചിരിച്ചുകൊണ്ട് ഇപ്പൊ ഐ ആം ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദാറ്റ്, ആ സ്ഥാപനത്തിനെ കുറിച്ച് ഓർത്ത് അതിപ്പോ ഞാൻ ആയിക്കഴിഞ്ഞു എന്ന രീതിയിൽ മുന്നോട്ട് പോവാം. അത്തരം സമയങ്ങൾ ചിലപ്പം ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വർക്കുകൾ നിങ്ങളെ മുന്നിൽ വരും. ഐ ആം ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദിസ് ഓഫീസ്. അപ്പൊ എനിക്കിത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും
എന്ന് തന്നെ ഞാനിപ്പോ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആണ്, ഏറ്റവും ബെസ്റ്റ് എംപ്ലോയർ ആണ് എന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് ആ പ്രോജക്റ്റിനെ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാ. കാരണം ഒരു ബെസ്റ്റ് എംപ്ലോയർ ആവണമെങ്കിൽ അവിടെ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാനത് ആയിക്കഴിഞ്ഞു എന്നും ആയിക്കഴിഞ്ഞതിന് ശേഷം വന്ന പ്രോജക്റ്റ് ആണെന്ന് ചിന്തിച്ചുകൊണ്ട് അത് ആ രീതിയിൽ ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച മാനിഫെസ്റ്റേഷൻ ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ഡാഷ് ഞാനത് ആയിക്കഴിഞ്ഞു എന്ന് തോന്നി അതിലേക്ക് നിങ്ങൾ സന്തോഷത്തോടു കൂടി പിന്നെ കിട്ടുന്ന ഓരോ അവസരങ്ങളെ കുറിച്ചും ആയിക്കഴിഞ്ഞ ഒരു വ്യക്തി എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യുന്നത് അതേ ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകും. അതാവുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ബെസ്റ്റ് എംപ്ലോയർ ഓഫ് ദാറ്റ് എന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഓരോ നിമിഷവും ഓരോ പ്രസന്റിലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷം ഞാൻ എങ്ങനെയാണ് ആ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാൻ ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗോവയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടവല് നിങ്ങൾക്ക് പാക്കിങ് തുടങ്ങാം. ഞാൻ ഇന്ന ദിവസം യാത്ര ചെയ്യും, അപ്പൊ ഒരു ടവല് മേടിച്ച് നിങ്ങൾക്ക് അത് ഭദ്രമാക്കി എന്റെ യാത്രക്കുള്ള ഒരു സാധനങ്ങളാണെന്നും പറഞ്ഞ് പാക്കിങ് ഇപ്പോഴേ തുടങ്ങാം. അതിനാവശ്യമുള്ള കാര്യം എന്റെ എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പൊ ആ രീതിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ആ യാത്ര വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ചിലപ്പോൾ ഇത് നിങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും ഷെയർ ചെയ്തിരിക്കുക ആണ് നല്ലത്. ഇനി ഷെയർ ചെയ്താൽ അവരിൽ നിന്ന് നടക്കുന്ന ഫീഡ്ബാക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ, അപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി അവരോട് ചിരിച്ചുകൊണ്ട് പറയാം എല്ലാം നടക്കും. ഓൾ ഈസ് വെൽ, എവറിഥിങ് ഈസ് ഗോയിങ് ടു മാനിഫെസ്റ്റ്. ഉള്ളിൽ പറഞ്ഞാൽ മതി, പുറത്ത് പറയണ്ട. കാരണം അപ്പോഴും നമ്മളെ പരിഹസിക്കാനും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ചുറ്റുമുള്ളവരുണ്ടാവും. ഒരു പക്ഷെ നല്ല എംപ്ലോയർ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെയുള്ള കൊളീഗിനോട് പറയും ഈ സ്ഥാപനത്തിലോ ഇവിടെ എന്ത് ചെയ്താലും ഇവിടെ എന്ത് ചെയ്താലും ഇതൊന്നും ആരും കാണാൻ പോകുന്നില്ല, അവരാരും ഒരു അപ്രിസിയേഷൻ തരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റ് ചെയ്ത് ഒരു പുഞ്ചിരി നൽകി പറയേണ്ട ഒരു ഉത്തരം മാത്രം മനസ്സിൽ ഐ ആം ദ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദിസ് വീക്ക്. അവർ തരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ കാര്യം, ഞാൻ അതായിത്തീരുന്നു എന്നുള്ളതാണ് ഓർക്കുക. റിലേഷൻഷിപ്പിൽ പോലും അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതല്ല എന്റെ കാര്യം, മറിച്ച് ഞാൻ ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകും. ഇനി ഫിനാൻഷ്യൽ അബണ്ടൻസിലാണെങ്കിൽ എനിക്കൊരു വീടുണ്ടെങ്കിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീടിന് എത്ര പൈസയാകുന്നു എന്നുള്ളതല്ല, ഞാൻ ആഗ്രഹിക്കുന്ന എത്ര ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂം ഒരു 2 ബെഡ്റൂം ആണ്, ആ 2 ബെഡ്റൂം എന്റെ ബെഡ്റൂം എങ്ങനെയായിരിക്കണം, അതിന്റെ ചുമരുകളിൽ എന്തെല്ലാം അലങ്കാരങ്ങൾ നടത്തണം, അതിന് എന്തെല്ലാം വേണം എന്ന് സ്വരുക്കൂട്ടാം. അതായി കഴിഞ്ഞതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിൽക്കുന്ന വീട് ഞാൻ എന്റെ റൂം എങ്ങനെയാണോ ആ രീതിയിൽ അലങ്കരിക്കേണ്ടത് അത് ഇന്ന് മുതലേ ഈ റൂമിൽ ചെയ്തു തുടങ്ങാം. ഇതുപോലെ ആയിരിക്കും എന്റെ ആ വീട്ടിലെ എന്റെ റൂം ഞാൻ ബിൽഡപ്പ് ചെയ്ത് വെക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഞാൻ വെക്കും. അപ്പൊ അത്തരം ഫോട്ടോസിന്റെ പിന്നാലെ പോകാം, മറിച്ച് ഈ വീട് വെക്കുമോ അതിനാവശ്യമുള്ള പൈസ കിട്ടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ വീട്ടിൽ എന്റെ റൂമിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് 2 ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്. എന്റെ വീട്ടിലേക്ക് 2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തു, അത് വാങ്ങണം. അപ്പൊ അതിനൊരു എമൗണ്ട് എന്റെ കയ്യിൽ വരണമല്ലോ. അപ്പൊ ആ സാധനത്തിന് എവിടെ കിട്ടും എന്ന് ഞാൻ നോക്കാൻ തുടങ്ങി. ഇത് പഠിച്ചതിന് ശേഷം അത് പോയി നോക്കി, അവിടെ ചെന്ന് അതിനെക്കുറിച്ച് അതിന്റെ ഡീറ്റെയിൽ മുഴുവൻ കളക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങണമെങ്കിൽ ഒരു പക്ഷെ ഒന്നിച്ച് എമൗണ്ട് വന്നാൽ വാങ്ങാം, ഇല്ലെങ്കിൽ ശരി എന്റെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് എങ്ങനെ അതിനെ മാറ്റി വെക്കാം. അപ്പൊ അതിന് ടോട്ടൽ എമൗണ്ട് എത്ര വരും? ശരി, അപ്പൊ അവര് 0% ഒരു പലിശയും ഇല്ലാത്ത ഒരു ലോണാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോസസ്സിംഗ് ചാർജ് അതിപ്പോ ഏത് ലോൺ എടുക്കുകയാണെങ്കിലും ബാങ്കിലാണെങ്കിലും പ്രോസസ്സിംഗ് ചാർജ് വാങ്ങും. അതിലൊരു ചാർജ് 500 റുപ്പീസ് മാത്രമേ വാങ്ങുള്ളൂ. ബാക്കി മുഴുവൻ 0 ഇൻവെസ്റ്റ്മെന്റ്, അതായത് 0 പലിശയില്ലാതെ ഒരു പലിശയും കൂടി വാങ്ങാതെ മാത്രമാണ് ഞങ്ങൾ ചിലപ്പോൾ 6 മാസത്തെ കാലാവധിയേ ഉള്ളൂ അത്ര EMIക്ക്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ വാങ്ങി മാസം എത്ര വേണമെന്ന് അതിനെ കുറിച്ച് വാങ്ങി ടോട്ടൽ എമൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 3000 രൂപയിൽ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വേണം. പിന്നെ വീട്ടിൽ വന്നിരുന്ന് അതിന്റെ ഫോട്ടോ ഒട്ടിച്ചു, അതിന് ഇത്ര എമൗണ്ട് 2 ഓപ്ഷൻസും എഴുതി വെച്ചു. ഏതാണെങ്കിലും എന്നിലേക്ക് ഏറ്റവും ബെസ്റ്റ് വരേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ തോന്നി. EMI ആണോ നല്ലത് അതോ മറിച്ച് EMIക്ക് പകരം മന്ത്ലി ഒന്നിച്ച് പൈസ അടയ്ക്കുകയാണോ വേണ്ടത്, വിച്ച് ഈസ് കൺവീനിയൻറ്റ് എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി.
അതിന് ക്ലാരിറ്റി വരുത്താൻ പിന്നെ 2 ദിവസം എടുത്തു. അപ്പൊ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു എമൗണ്ട് വന്നാൽ ഒന്നിച്ചടക്കുകയാണെങ്കിൽ അതങ്ങ് പോയി തീർന്നു. കാരണം ഓൾറെഡി അവിടെ 3000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് എനിക്ക് കിട്ടും. അപ്പൊ അതല്ലേ നല്ലത്. ആ 3000 കൂടി ഞാൻ 6 മാസം കൊണ്ട് അടയ്ക്കണ്ടേ. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വന്നു. പിന്നീട് ആ 2 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ കിട്ടി, മറ്റേ ഓപ്ഷൻ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി എന്ന് നടക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യൂ, അതിനെ ഭദ്രമാക്കി അതിനെ കവർ ചെയ്ത് മടക്കി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബോക്സിൽ അത് ഇട്ട് വെച്ചേക്കുക. ഇനി അതിന്റെ പിന്നാലെ പോകണ്ട. അതിനാവശ്യമായ സമയത്ത് കൃത്യമായ ദിവസം നമ്മളിലേക്ക് വരും. പിന്നീട് നമ്മുടെ മനസ്സിൽ എനിക്ക് തോന്നും, ഇത് അന്നത്തേക്ക് ഈ പൈസ വരുമോ? എവിടുന്ന് വരാനാണ്? എന്റെ എനിക്ക് കിട്ടുന്ന മന്ത്ലി ഇൻകം വരെ മാത്രമല്ലേ ഇപ്പൊ വരും. ആ സമയത്ത് ഒരു ഓണം ഇല്ല, ഒരു വിഷു ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ബോണസ് വരാനുള്ള സാധ്യതയില്ല. ഇത് വരുമോ എന്ന ചിന്ത എന്നെയും പിടികൂടി. അപ്പോഴും ചിന്തിച്ചത് ശരി, ഓക്കെ, ഞാൻ ഇത് ആഗ്രഹിക്കുന്നു, എനിക്കത് അന്നേ ദിവസം വാങ്ങണം, നോക്കാം. അന്ന് ചിന്തിച്ചു തുടങ്ങിയ ദിവസം മുതൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ ഇപ്പോഴത്തെ ഇൻകമിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ അതിലേക്ക് മാറ്റി വെക്കാൻ തുടങ്ങി. കണ്ടോ, അവിടെയാണ് യൂണിവേഴ്സ് നമ്മളെ സഹായിക്കുന്നത്. അല്ലാതെ ഇതൊന്നും യൂണിവേഴ്സ് ഒന്നായിട്ട് കൊണ്ടുതരും എന്നല്ല പറയുന്നത്. അതിലേക്കുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അതിലേക്ക് നടന്നെത്താൻ വീണ്ടും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അത് നടന്നെത്താൻ ഒരു ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിന് ഇത്ര സമയമുണ്ട്. അപ്പൊ അതിലേക്ക് ഇത്ര എമൗണ്ട് ഞാൻ അതിലേക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്കത് വളരെ സ്മൂത്ത് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ നടത്തുന്നത്. വളരെ കൂളായിട്ട് എന്റെ നിലപാടിൽ നിന്നുകൊണ്ട്, എന്റെ ഇൻകത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഒരു കൂടുതൽ ഇൻകം കണ്ടെത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കാനുള്ള ഒരു വഴി കൂടി ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്നർത്ഥം. അപ്പൊ എന്നുള്ളതിനാണ് ഇത് നടക്കുമോ എന്നതിലുപരി ഇത് നടത്താൻ ഒരു എക്സ്ട്രാ ഇൻകം എങ്ങനെ കണ്ടെത്താം എന്ന് കൂടി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ പലപ്പോഴും നടക്കുന്നത്. അല്ലാതെ ആ ദിവസം ഒരു ബൾക്ക് എമൗണ്ട് ഒന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ, അതിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ യൂണിവേഴ്സ് അതിനേക്കാളുള്ള ഒരു വഴി നമുക്ക് തുറന്നു തരും എന്നാണ് പറയുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാനത് തുറന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അതിലേക്ക് ചിന്തിച്ചു തുടങ്ങിയപ്പോ കണ്ടോ എന്തെല്ലാം വഴികളാണ്. അപ്പൊ പുതിയൊരു ഇൻകം കണ്ടത്. കാരണം നിലവിലുള്ള ഇൻകത്തിൽ നിന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് മാറ്റി വെക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് ബ്ലോക്ക് ആവാൻ സാധ്യത. പകരം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഒരു എക്സ്ട്രാ ഇൻകത്തിലേക്ക് എനിക്ക് പോയിക്കൂടാ എന്നൊരു ചിന്ത കൂടി എന്നിലേക്ക് വന്നു. അതിനെന്തെല്ലാം വഴികൾ, അത് ഞാൻ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അതിനു വേണ്ടി ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്നൊരു മനസ്സ് വന്നു. പിന്നെ അതിലേക്കുള്ള വഴികളാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഞാൻ എന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുമോ എന്നല്ല ചിന്തിക്കുന്നത്, അത് നടത്തിക്കിട്ടാൻ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതിലേക്കാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. അവിടെയാണ് മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും നല്ല പ്രോസസ്സ്. ഇത് യൂണിവേഴ്സ് നടത്തി തരും എന്നതിലുപരി യൂണിവേഴ്സ് എന്റെ മുന്നിൽ ഒരുപാട് വഴികൾ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് മാനിഫെസ്റ്റേഷൻ ഏറ്റവും ഭംഗിയായി മുന്നേറുന്നത്. അവിടെ നമ്മളിലൂടെ തന്നെ ഇത് യൂണിവേഴ്സ് നടത്തിത്തരും എന്ന് ചിന്തിക്കുന്നതിനുപരി യൂണിവേഴ്സ് ഈ ചിന്ത എനിക്കിപ്പോ തന്നത്, ഇപ്പൊ അതിനുള്ള എല്ലാ വഴികളും എല്ലാ ഡോറുകളും എന്റെ മുന്നിൽ ഓപ്പൺ ചെയ്ത് തന്നു എന്ന വിശ്വാസത്തോടു കൂടി അതിലേക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമാണ്. എന്തായാലും നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. അതിലേക്ക് ഒരു കൂടുതൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിലവിൽ അതിനു വേണ്ടി എനിക്ക് തുറക്കപ്പെട്ട വാതിലുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിങ്ങളൊന്ന് തുറന്ന മനസ്സുമായി കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കുക. ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലേക്കുള്ള വഴികളെ കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കും. അതിലേക്ക് മുഴുവൻ ഡെഡിക്കേഷനോട് കൂടി നടക്കുമെന്ന് വിചാരിച്ചു ഇത് എപ്പോ നടക്കുമെന്നോ ഇത് നടക്കുമെന്ന വഴി എന്ന സംശയങ്ങൾ ഏതുമില്ലാതെ അത് നടത്താൻ എന്റെ മുന്നിൽ വഴികളുണ്ട്. ഞാനൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ, ഞാനൊന്ന് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങിത്തിരിക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ ഡിസയർ എന്താണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് എടുത്തു നോക്കുക. അതിലേക്ക് എനിക്ക് എന്തൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക.
അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അന്വേഷിക്കുക, മുന്നോട്ട് യാത്ര ചെയ്യുക. എന്താണ് മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് നിങ്ങൾക്ക് സാധിക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഈ മെയ് ദിനത്തിൽ സാധിക്കട്ടെ, അതിലേക്ക് വേണ്ട കാര്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കാൻ സാധിക്കട്ടെ എന്ന് പൂർണ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. നമ്മുടെ ഫീഡ്ബാക്കിന്റെ ടൈമാണ്. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞത് ശരിയാ, എന്തൊന്ന് ആഗ്രഹിക്കുമ്പോൾ അയ്യോ നടക്കോ, വെറുതെ എന്തിനാ ആഗ്രഹിച്ച് വിഷമിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി വെച്ചാ ഇത്രയും കാലം പോയത്. എന്ത് പറഞ്ഞാലും ആദ്യം മനസ്സിൽ നടക്കോ, വെറുതെ ഇങ്ങനെ ആ ചോദ്യം. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഒരു പേപ്പർ എടുത്ത് എന്റെ ഏറ്റവും ഒരു വലിയ ആഗ്രഹം എഴുതി മാം പറഞ്ഞ പോലെ മടക്കി ഇട്ടിട്ടുണ്ട്. താങ്ക് യു മാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനി യോഗ ക്ലാസ്സിൽ പോകാൻ സമയമായി. അപ്പൊ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മേഘം. കണ്ടോ, ഇത് നടക്കുമോ? ഇത് നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ കുഞ്ഞുനാളില് നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ അത്തരം ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് അവരുടെ കുട്ടിയല്ല, അവർക്ക് അറിയുന്ന ഏറ്റവും നല്ല അറിവാണ് നമുക്ക് തന്നത്. പക്ഷെ നമ്മളിപ്പോ ഏറെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ മേഘമ്മ പറഞ്ഞ പോലെ ഞാനും ഇറങ്ങിത്തിരിക്കും. കാരണം എനിക്കൊരു പുതിയ അറിവ് കിട്ടി. ഇവിടെയാണ് നമ്മൾ മാറി തുടങ്ങുന്നത്. നമുക്ക് അറിവ് കിട്ടുമ്പോൾ അത് മാറ്റാനുള്ള ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഇനി എന്തായാലും ഉഷാറാവട്ടെ, നടക്കട്ടെ. യൂണിവേഴ്സ് അതിനായിട്ടുള്ള വാതിലുകളൊക്കെ തുറന്നു കഴിഞ്ഞു. കാരണം ഇതാണ് അതിന്റെ കറക്റ്റ് സമയം. അപ്പോ ഇവിടെ മുതൽ നിങ്ങൾ അതിനു വേണ്ടി യാത്ര ചെയ്ത് തുടങ്ങിക്കോളൂ എന്നൊരു വാക്കും കൂടി യൂണിവേഴ്സ് തന്നു എന്നതിനർത്ഥം. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? മാജിക് മോനെ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. മാം, ഒരു ഡൗട്ട് ഉണ്ട്. മാം പറഞ്ഞല്ലോ നമ്മളൊരു ആഗ്രഹം എഴുതി വെച്ചു, പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അത് കിട്ടുമോ എന്നുള്ള ഒരു ഇതിലല്ലേ മാം വീണ്ടും ഡെയിലി ഇത് തന്നെ ചിന്തിക്കപ്പോഴത്തേക്ക് വരുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അത് ഓൾറെഡി നമുക്ക് ഉണ്ടാകാം. ഇതാണ് പറയുന്നത്, നമ്മുടെ മെനുവിലില്ല. അത് നടക്കുമോ എന്നുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മെനുവിലില്ല. അത് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് എന്നെ കൊണ്ട് സാധിക്കാൻ തോന്നില്ല. എന്നാലും ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് ഗൾഫിൽ പോകണം. അപ്പൊ അതിന് വിസ എടുക്കണമെങ്കിൽ വേണം 10,000-50,000 രൂപ. ഇത് 50,000 രൂപയും അവിടുത്തെ അടവുകളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമുണ്ട്. എവിടുന്നാണ് എനിക്ക് ഈ 50,000 ഒപ്പിക്കാൻ കഴിയുക? ഇതെല്ലാം നടക്കും. ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പോണം, ഇത്ര ക്യാഷ് നോക്കട്ടെ എന്തെല്ലാം. അപ്പൊ നമുക്ക് ബാങ്കിനെ സമീപിക്കാം. എന്റെ കയ്യിൽ ഒരു ഗോൾഡ് ഉണ്ട്, ബാങ്കിൽ വെക്കാം. എന്റെ ആഗ്രഹം നടക്കണമല്ലോ. അതൊക്കെ വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് അടച്ചു വീട്ടണ്ടേ? അത് ശരി. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ ആഗ്രഹം നടക്കാൻ പോകുന്നത്? അപ്പൊ ഇത്ര ചിന്തിക്കണ്ടു, എനിക്കൊന്ന് ഗൾഫ് വിസിറ്റ് ചെയ്യണം. ചിലപ്പോ നമ്മളോട് ഒരാൾ പറയാ എനിക്കൊന്ന് ഗൾഫിൽ പോകണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, എന്റെ വിസയുടെ പൈസ മാത്രം നീ തരും, ടിക്കറ്റ് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിസയുടെ കാശ് മാത്രം പോലെ, അത് മാത്രമല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടതുള്ളൂ. കാരണം ടിക്കറ്റ് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആഗ്രഹിക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്നോട് കമ്പനി പറയാണ്, അതെ ഇപ്രാവശ്യം ഗൾഫിൽ വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഗൾഫിൽ പോകണം. അപ്പൊ അതിന് ഇത്ര വിസയ്ക്ക് വരും, ഇത്ര ടിക്കറ്റ് വരും. ഓക്കെ, ഇത്ര എമൗണ്ട് ഞാൻ കാണും, നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ പൈസയ്ക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് നോക്കുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാൻ പറ്റുമെന്നു. ഇതിന്റെ ഒക്കെ വഴികളിലായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് അപ്പോഴും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല അത് നടക്ക്. എനിക്ക് എന്തായാലും പോകണം. എനിക്ക് ഗൾഫിൽ പോയിട്ട് ബുർജ് ഖലീഫയുടെ മേലെ കയറണം. പിന്നെ എനിക്ക് അവിടെ എല്ലാം ഒന്ന് ഓടി നടന്ന് കാണണം. എനിക്ക് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ്. ഈ ചിന്തകളും ചിത്രങ്ങളും മാത്രം മനസ്സിൽ വെക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ പൈസ ഇങ്ങനെ ഓരോ ഉറുമ്പ് അരിമണി കൂട്ടും പോലെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ സമയത്ത് ഈ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് ഉറപ്പുണ്ട് ഇത് നടക്കും. 50,000 രൂപയ്ക്ക് 1000 രൂപ ഞാൻ സംഘടിപ്പിച്ചു. ഗ്രേറ്റ്.
ഞാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. 1000 രൂപ ഞാൻ ഒപ്പിച്ചു. നമ്മൾ ചിന്തിക്കുന്ന എന്താ, ഓ 50,000 രൂപയിലേക്ക് 1000 കിട്ടിയിട്ട് എന്ത് കാര്യം, ഇത് വല്ലതും നടക്കും? അല്ല, ഈ 1000 രൂപയാണെങ്കിൽ പോലും ഉറുമ്പ് കൂട്ടുന്നത് പോലെ നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണെന്ന് വിചാരിച്ചു, കമ്പനി പറയും ഈ പ്രാവശ്യം നമ്മൾ ഏപ്രിലില്, അതായത് ഇപ്പോ ഈ ഒരു ഏപ്രിൽ കഴിഞ്ഞ അടുത്ത ഏപ്രിലില് നമ്മുടെ കമ്പനിയുടെ എക്സിബിഷൻ ഗൾഫിൽ വെച്ചിട്ടാണ്. പ്രവീൺ എന്തായാലും പോകണം. പാസ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ, റെഡിയാക്കി വെച്ചോ. കാരണം അതിന് ഇപ്പോഴേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സ്റ്റോൾ ഇപ്പോഴേ ബുക്ക് ചെയ്യണം. അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് ഇപ്പോഴും. അപ്പൊ പ്രവീണിന്റെ പേര് ഞാൻ പിന്നെ അന്നേരം പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് ഇപ്പൊ പറയുകയാണെങ്കിൽ കിട്ടുന്ന ലോട്ടറി എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്നലെ ഒരാഴ്ച മുന്നേ തുടങ്ങിയിട്ടുള്ളൂ മാനിഫെസ്റ്റേഷൻ. അപ്പോഴേക്കും എനിക്ക് കിട്ടി എന്നതിനർത്ഥം ഞാൻ ഓരോ നിമിഷവും ആലോചിക്കുന്നത് ആ 50,000 രൂപയിലേക്ക് ഞാൻ 1000 രൂപ ഒപ്പിച്ചു. ഇതുപോലെ ഓരോ 1000 രൂപ ഞാൻ ഒപ്പിക്കുമ്പോൾ എനിക്ക് എളുപ്പം നേടാൻ പറ്റും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിൽക്കുമ്പോൾ യൂണിവേഴ്സ് എന്താ ഒറ്റ ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എനിക്കുള്ള വഴി എന്ന് തുറന്നു തരും. കണ്ടോ? അപ്പൊ ഇതാണ് തിരിച്ച് ഞാൻ ചിന്തിക്കുക. 1000 രൂപ ഈ മാസം ഒപ്പിച്ചാൽ അടുത്ത മാസം കൊണ്ട് 2000 ആവുള്ളൂ. ഈ 50,000 ഒപ്പിക്കണമെങ്കിൽ ഇനി ഒരു 50 മാസം ഞാൻ കഴിയും. ഈ 50 മാസം എന്ന് പറയുമ്പോൾ ഒരു 3-4 വർഷം പിടിക്കും. ഓ, ഈ 3-4 വർഷത്തിന്റെ ഉള്ളിൽ എനിക്ക് അന്ന് ആരോഗ്യം ഉണ്ടാവുമോ എന്തോ, ആ ഗൾഫിൽ പോക്ക് വല്ല നടക്കുമല്ലോ, അന്ന് ഫ്ലൈറ്റിന്റെ ചാർജ് കൂടിയാൽ, വിസയുടെ ചാർജ് കൂടിയ ഈ 50,000 രൂപ കൊണ്ട് ഞാൻ എങ്ങനെ പോകാൻ? ഇത് ചിന്തിച്ചുകൊണ്ടാണ് ഇനി 1000 രൂപ ഒപ്പിക്കുന്നെങ്കിൽ എവിടെ നടക്കാനാണ് നമ്മുടെ പോക്ക്? അപ്പൊ 1000-1000 നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അതവിടെ നടക്കാൻ സമയമായിട്ടുണ്ട്. സോ സ്റ്റാർട്ട് യുവർ ജേർണി. ആ ജേർണിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോ 25,000 രൂപ വെക്കുമ്പോൾ ഒരാൾ പറയാണ് 25,000 രൂപ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. അപ്പൊ നമ്മളുടെ കയ്യിൽ ഒരു ലഡു പൊട്ടിയോ? കാരണം 25,000 രൂപ ഞാൻ ഒപ്പിച്ചു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് 25,000 രൂപ നീ ഒപ്പിച്ചാൽ നിന്നെ ഞാൻ ഗൾഫ് കൊണ്ടുപോവാം. ലഡു പൊട്ടിയോ? കാര്യം നടന്നോ? നമ്മൾ അപ്പോഴും ചിന്തിക്കുന്ന ഇതാണ്, ഇനിയൊരു 25,000 രൂപ ഇനി എത്ര സമയം എടുക്കും? ജസ്റ്റ് വെയിറ്റ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. കാരണം ഓരോ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ബ്ലോക്ക് അവിടെ തോന്നിയാൽ ഞാൻ മനസ്സിൽ പറയുന്ന കാര്യം ഇതാണ്, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. കാരണം ഇന്നലെ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഇരുന്നിട്ട്, ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ റീൽസ് നോക്കുന്നതിന് പകരം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിതിങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ പോയിട്ട് ക്രോഷറിന്റെ ഇത് വാങ്ങിക്കൊണ്ടിട്ട് ആ ക്രോഷറിന്റെ സ്റ്റിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സ്റ്റിച്ച് പഠിച്ചുകൊണ്ടിരിക്കും, അതിനിടയിലാണ് പെട്ടെന്ന് എനിക്ക് അച്ഛന് ചായ കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്തു, ഈ ഞാൻ എഴുന്നേറ്റ് പോയി ചായ എടുത്തു. അപ്പൊ പുറത്ത് അലക്കാനായിട്ടൊരു ഡ്രസ്സ്, മഴ വരുന്നുണ്ട്. അപ്പൊ എടുക്കാൻ പോയി. ഈ എടുക്കാൻ പോയ സമയത്ത് തിരിച്ചു വന്നപ്പോൾ എന്റെ കണ്ണട കാണുന്നില്ല. ആ കണ്ണട എപ്പോഴും തെരഞ്ഞു നോക്കിയിട്ടും കാണും. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കണ്ണട ഇപ്പൊ എവിടെ പോയി കാണും? അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ക്രോഷേ ചെയ്തുകൊണ്ടിരിക്കും. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ ക്രോഷേ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ കണ്ണിന് സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. ജസ്റ്റ് വെയിറ്റ്. കണ്ണട എന്നിലേക്ക് എത്തും. അതിന്റെ ഇടയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാം? അതാ, കൊണ്ടുവന്ന് വെച്ച ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാം. ഞാൻ അതൊക്കെ മടക്കി വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തെരഞ്ഞു നോക്കി, ഒന്ന് നോക്കാലോ. അപ്പോഴും കിട്ടിയില്ല. അപ്പോഴും മനസ്സിൽ ഞാൻ ഇത് പറയാം, എനിക്ക് കണ്ണട കിട്ടണം, എന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോഴും ഞാൻ ചിന്തിച്ചു നാളെ ബി മാജിക്കിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നോക്കുക, പഴയ കേസിൽ ഒരു പഴയ കണ്ണട. അപ്പൊ അത് എടുത്തു വെച്ചപ്പോ കുറച്ച് എനിക്ക് കണ്ണ് വേദന. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. ഇപ്പൊ കണ്ണട വെക്കണ്ട എന്നാണ് ഗോഡ് പറയുന്നത്. അപ്പൊ വെക്കണ്ട, ശരി. അപ്പൊ എനിക്ക് അടുക്കളയിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിലായതുകൊണ്ട് തൊണ്ട ഒന്ന് പിടിച്ചതുകൊണ്ട് തണുപ്പ് മാറാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് ചെത്തി അത് ജ്യൂസ് ആക്കി വെച്ചു. അപ്പോഴും ഞാൻ എന്റെ കണ്ണട എവിടെയോ ഇരിക്കും. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ ജസ്റ്റ് വെയിറ്റ്. അപ്പൊ ഞാൻ എനിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഓട്സ് ഉണ്ടാക്കി വെക്കണം രാത്രിത്തേക്ക്. അത് ഉണ്ടാക്കി വെച്ച് ഓട്സ് എടുക്കാൻ കൈ പൊന്തിച്ചതാ റാക്കമിലേക്ക്. അപ്പൊ അവിടെ അച്ഛന് ചായ ഉണ്ടാക്കാൻ പോയ സമയത്ത് ഈ കണ്ണട ഒരു റാക്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ടൈം. അപ്പൊ ഞാൻ ചോദിച്ചു, ആ എന്റെ കണ്ണട കിട്ടി, താങ്ക് യു. ആ കണ്ണട വെച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഓട്സ് അവിടെ ഉണ്ടാക്കി വെച്ചു. സോ ദിസ് ഇസ് ദ റൈറ്റ്. ഓ, എന്റെ കണ്ണട കിട്ടുന്നില്ലല്ലോ, നാളെ ബി മാജിക്കിന്റെ ക്ലാസ്സിൽ എങ്ങനെയാണ് എന്റെ പഴയ പവർ മാറ്റമുള്ള കണ്ണട വെച്ച് ഞാൻ ക്ലാസ് എടുക്കുക? ഇതൊക്കെ ആദ്യം ചിന്തിച്ചു. പക്ഷെ ഞാൻ ചിന്തിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത സ്ട്രെസ് ഉണ്ടാവും എന്നല്ലാതെ കണ്ണട കിട്ടാൻ പോകുന്നില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാക്കണം. ആ സമയം കൊണ്ട് ഞാൻ ജ്യൂസ് അടിച്ചു, ആ സമയം കൊണ്ട് ഓട്സ് ഉണ്ടാക്കി, അച്ഛന് ചായ കൊടുത്തു, ഡ്രസ്സ് മടക്കി വെച്ചു,
അത് മഴയ്ക്ക് മുന്നേ എടുത്തു വെക്കാനും തോന്നിയത് ഈ 5 കാര്യങ്ങൾ നടന്നത് അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ. ഇത് നമ്മൾ കണ്ടില്ല. ഓ, എന്റെ എത്ര സമയം പോയി, ആ സ്റ്റിച്ച് പഠിക്കാനുള്ള സമയം കൂടി ഞാൻ പോയി എന്ന് ചിന്തിച്ച ദേ കിടക്കണം നമ്മൾ അവിടെ. അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. മാനിഫെസ്റ്റേഷൻ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം അപ്പോഴേ നമുക്ക് മാറ്റങ്ങൾ വരുള്ളൂ. അപ്പൊ ഇന്നലെ ക്രോഷേ ചെയ്യുമ്പോൾ അയ്യോ ഇത് കയ്യിലൊന്നും നിൽക്കുന്നില്ല, ഈ ത്രെഡ് ഞാൻ വലിക്കുമ്പോ പോകുന്നു, ഈ കുഞ്ഞു സാധനം കൊണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ എടുക്കും എന്ന് ചിന്തിച്ച ഏയ് ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതേപോലെ ഇലാസ്റ്റിക് ബാൻഡ് വാങ്ങിയിരുന്നു. അത് വെച്ച് ഇന്നലെ 20 പ്രാവശ്യമാണ് ഞാനൊരു ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നടന്നത്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് അച്ഛന്റെ കൈ കണ്ട് കുത്തിക്കൊടുത്തു. അച്ഛന് സുരക്ഷിതമായിരിക്കട്ടെ. കറുത്ത ചരട് അച്ഛന്റെ ഞാൻ ഉണ്ടാക്കിയാന്ന് വെച്ചോ ഒരു 20 പ്രാവശ്യം ഞാൻ അതിന് മെനക്കെട്ടിട്ടുണ്ട്. പകരം ഇതെന്നെ കൊണ്ട് നടക്കില്ല, ഇട്ടേച്ച് പോയി. ഇവിടെയാണ് മാനിഫെസ്റ്റേഷന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ നടക്കില്ല എന്ന് ഷൈനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ബ്ലോക്ക് വരുമ്പോൾ അതിനെ ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ, എനിക്ക് ഇതാണ് വേണ്ടത്, ജസ്റ്റ് വെയിറ്റ്, അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോ അതിന്റെ വഴിയിലാണ്. എന്ത് പറഞ്ഞാലും ഞാൻ പറയും ഒരു ബ്ലോക്ക് വന്ന് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ, അത് നടക്കട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലുള്ളത് പോലും. നമ്മൾ ചിലപ്പോ നമ്മളൊരാളെ ക്രിട്ടിസൈസ് ചെയ്യും. നമ്മളെ കൊണ്ട് വലിയ ഗുണമില്ല എന്നൊക്കെ തോന്നുന്ന ഒരു നിമിഷം വരുമ്പോ തോന്നുക എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലുള്ളത്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. ആ പ്ലാൻ കഴിഞ്ഞവരൊക്കെ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞു. സോ ബിലീവ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ യു. യുവർ മാനിഫെസ്റ്റേഷൻ ഡേ ഡൺ. നടക്കും. അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്തോളൂ. ഇന്നലെ 5 കാര്യങ്ങളാണ് ഈ കണ്ണട തരുന്ന സമയം കൊണ്ട് ഞാൻ നടത്തിയെടുത്തത്. ബിക്കോസ് ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ഈ 5 പ്ലാന് നടക്കേണ്ടതായിട്ടുണ്ട്. അത് നടക്കേണ്ട സമയത്ത് നടക്കണം. ദാറ്റ് ഇസ് ദ പോയിന്റ്. അവിടെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, ഓട്സ് ഉണ്ടാക്കി വെക്കാം എന്ന് തോന്നിയപ്പോഴാണ് മുകളിലോട്ട് നോക്കിയത്. അവിടെയാണ് റാക്കുമിൽ എന്റെ കണ്ണട വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ആ സമയത്ത് നമുക്ക് കിട്ടും, ആ സമയത്ത് നടക്കും. ബിലീവ്, ജസ്റ്റ് ബിലീവ് ആൻഡ് ഗോ ഹെഡ്. നോ ഡൗട്ട്. അത് നടന്നിട്ടില്ലെങ്കിലും അപ്പോഴും ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം, ഞാൻ ആഗ്രഹിച്ചത് നടന്നിട്ടില്ല എന്നല്ല, ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ ഫോർ മീ. ഞാൻ ആഗ്രഹിച്ച് നടന്നിട്ടില്ലെങ്കിൽ അത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതായിരുന്നു എന്ന് മനസ്സിൽ ആഗ്രഹിക്കുക. വീണ്ടും ആഗ്രഹത്തിന്റെ പിന്നാലെ പോവുക. നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ, എന്തായാലും എന്റെ കണ്ണട എനിക്ക് എളുപ്പമാവെന്ന് വിചാരിക്കുന്നു. നോക്കൂ, എന്തായാലും ഞാൻ ഇന്നലെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. മാജിക് മോർണിംഗ്. അടുത്ത ആള് പറഞ്ഞു. മാജിക് മോർണിംഗ്. നല്ല ക്ലാസ് ആയിരുന്നു മാം, നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ ആണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടി. നമ്മൾ എഴുതിയിട്ട് നമ്മളെ അഭിമുഖമായിട്ട് മടക്കാനും അത് ഒരു ബോക്സിൽ ഇട്ടിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാന്നുള്ള. അപ്പൊ എന്തിനും ഒരു വിശ്വാസം ശരിക്കും വേണം. വിശ്വാസമാണ് എല്ലാം. അതുപോലെ തന്നെ മാം പറഞ്ഞ പോലെ അതിന് ഫീലിങ്സ് വരണം. നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് അത് ഒരു നല്ല പെർഫോമറായിട്ട് അതോട് നന്ദിയോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുക. ഇതെല്ലാം നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി എന്നാൽ നമുക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പിന്നെ നമുക്ക് എന്തൊക്കെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കണം, അന്വേഷിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പൊ ഓരോ സംഗതികൾ വരുമ്പോഴും നമുക്ക് അഡീഷണൽ ആയിട്ട് എങ്ങനെ ഇൻകം കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടി നമുക്ക് അതിൽ കൂടെ ലഭിക്കും എന്നുള്ളതാണ്. ആ ചിന്ത അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ എന്ത് കാര്യങ്ങളും നടത്തി കിട്ടാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റേത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ബാക്കിംഗ് ഉണ്ടാവും. എല്ലാത്തിനും യൂണിവേഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ പേരതില്ല, മണി ഫെസ്റ്റ് എന്റെ ഉത്സവമാണ്. ഇങ്ങനെയാണ് ഞാൻ കണക്കാക്കാൻ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, ഗ്രേറ്റ്. കണ്ടോ, സ്വന്തം പേരിനെ പോലും ഡിഫൈൻ ചെയ്തത്. അടുത്ത ആള് പറഞ്ഞോളൂ. ഇനി ഞങ്ങൾ അങ്ങോട്ട് വരും. മാജിക് മോർണിംഗ് സാർ പറഞ്ഞോളൂ. പറഞ്ഞോളൂ സാർ. അല്ല സാർ, നല്ല മനസ്സാർ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്ലാസ്. നമ്മൾ മാനിഫെസ്റ്റേഷനിൽ കേട്ടിട്ടല്ല, നമുക്കറിയാം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നടക്കുന്നുള്ളതാണ്. ഇന്നാണ് 2-3 ദിവസം കഴിഞ്ഞ ആഴ്ച സേഫ് സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഇതാണ്,
ഒരു അടുപ്പ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിറക് വെച്ചിട്ടൊക്കെ വെച്ചാൽ അടുപ്പ് കത്തുന്നില്ല. അതിന് നമുക്ക് തീപ്പെട്ടിക്കൊള്ളി വേണം, വിറക് വെക്കണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു, വിഷ്വലൈസേഷൻ ചെയ്തു, തനത്താനെ ഒന്നും അടുപ്പ് കത്താൻ പോണില്ല. അപ്പൊ അതാണ് ഇപ്പൊ ഓർമ്മ വന്നത് ഞങ്ങൾക്ക്. കാരണം ഇപ്പൊ മാഡം പറഞ്ഞു അത് തന്നെയാണ്, നമ്മൾ വിചാരിച്ചൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് കൂടെ. മോണിറ്ററി ഇതാണെങ്കിൽ അതിനുവേണ്ടി കുറേശ്ശെ പൈസ സ്വരൂപിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം. ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ള ഒരു കാര്യമുണ്ട്, വിഡിത്തമാണ് കേട്ടോ, ചിരിക്കരുത്. ഞാൻ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോ എപ്പോഴെങ്കിലും ഇടയ്ക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ചെയ്യണ ഒരു കാര്യമുണ്ട്, ലോട്ടറി ടിക്കറ്റ് എടുക്കും. എന്റെ മാനിഫെസ്റ്റേഷൻ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നതാണ്. ഇവിടെ എന്റെ രണ്ടാമത്തെ മോളിൽ പറഞ്ഞു, നിനക്ക് ഏത് വീടാണ് വേണ്ടതെന്ന് വെച്ചാൽ നീ നോക്കി വെച്ചോ, അടുത്ത 23-ാം തീയതി ലോട്ടറി ബമ്പറാണ് ഞാൻ മേടിച്ചത്. അത്രമാത്രം വിശ്വാസം എനിക്ക്. ദൈവം സഹായിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല, 10 രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുണ്ട്. അങ്ങനത്തെ വിഡിത്ത മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇനി വളരെ നല്ലതായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. അത് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പ്രേരിപ്പിച്ച ഒരു സംഗതിയാണ്. താങ്ക് യു. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു 10 വീടെങ്കിലും സാറിന് ഉണ്ടായിരിക്കും. സാർ പറഞ്ഞ പോലെ ഡോണ്ട് കൺഫ്യൂസ് ദ യൂണിവേഴ്സ് എന്നാ പറഞ്ഞത്. നമ്മൾ ശങ്ക കൊണ്ട് കളിക്കരുത്, വിശ്വാസം കൊണ്ടാണ്. സാറേ, മാനിഫെസ്റ്റേഷൻ അത്യാഗ്രഹവും പാടില്ല കേട്ടോ, അത്യാഗ്രഹങ്ങൾ പാടില്ല മാനിഫെസ്റ്റേഷൻ. എനിക്ക് അത്യാഗ്രഹമാണ്. നമുക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആഗ്രഹമാണോ അത്യാഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഇപ്പൊ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടിയാൽ അവൾക്ക് ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുക്കാം എന്നായിരിക്കാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ, നമ്മൾ അത്തരത്തിൽ വലിയ വലിയ ഡ്രീംസ് നടക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആ ഡ്രീംസിന്റെ പിന്നാലെ പോകുക എന്നുള്ളത് തീർച്ചയായിട്ടും കിട്ടിയാൽ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസം മതി. പിന്നെ ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് പറഞ്ഞു തന്നിട്ട് അവര് മോള് തന്നെ പറയും, ഓ ഇത് കാലം എത്ര കാലം എല്ലാ മാസവും പപ്പ ഇത് തന്നെ അല്ലെങ്കിൽ അച്ഛനെ ഇത് തന്നെയാ പറയുന്നത് എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആരോടും പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞു, എഴുതുക, മടക്കുക, പെട്ടിയിൽ ഇട്ട് വെക്കുക. പെട്ടി പോലും, പെട്ടി വേണ്ട, നിങ്ങളെ പേഴ്സിലേക്കോ നിങ്ങളെ സാധാരണ ആരും എടുക്കാത്ത എന്തെങ്കിലും ഉണ്ടോ അവിടെ വെച്ചേക്കുക എന്ന് പറയുന്നത് പോലെ. അല്ലെങ്കിൽ അത് യൂണിവേഴ്സിലേക്ക് നിങ്ങൾ അത് മണ്ണ് കുഴിച്ചെടുക്കുക, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നത് യൂണിവേഴ്സിലേക്ക് അലിഞ്ഞു ചേർന്നോട്ടെ, പ്രശ്നമില്ല. ആഗ്രഹം യൂണിവേഴ്സിൽ തന്നെ കൊടുക്കുക. ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക് അവൾക്കോട് വീട് വെച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുക. അത് പറയണ്ട. പറയുമ്പോൾ ഈ നെഗറ്റീവ് എനർജി വരുമ്പോഴേക്കും അപ്പൊ തന്നെ നമ്മളെ ചിരിച്ചു തള്ളു. ഓ ശരിയാണ്, കഴിഞ്ഞ മാസം നടക്കാത്തത് അവള് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ യൂണിവേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം അവന് ഇന്ന ചിന്ത കൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്, ഇപ്രാവശ്യം ഇവ ചിന്തിച്ചായിരുന്നു, അപ്പൊ അവന് വേണ്ടാന്നാണ് ആഗ്രഹം. എന്നാ ശരി, അവിടെ നിൽക്കട്ടെ, ഡേം പോയി. അപ്പൊ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതിരിക്കുന്നതല്ല, അത് നടത്താനിരിക്കാൻ നമ്മുടെ ചിന്തകളും ഫീലിംഗ് അങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അത് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ പോയിട്ടുണ്ട്. മറിച്ച് ഞാൻ പറഞ്ഞേ, ട്രെയിൻ ലേറ്റ് ആകുമ്പോൾ എനിക്ക് ട്രെയിനിന്റെ സീറ്റ് ഒക്കെ കിട്ടുന്നേ. അപ്പൊ ആളുകൾ ഇങ്ങനെ കൂടി വരുമ്പോഴേക്കും, ഓ ഈ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് എത്ര പേരാണ് വന്നിട്ട് ഈ ട്രെയിനിൽ കാത്തു നിൽക്കുന്നത്, ആ കൃത്യസമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കയറി ഇരിക്കാം. അതേപോലെ തന്നെ ആയിരിക്കും ട്രെയിനിൽ കയറി എനിക്ക് സീറ്റ് കിട്ടൂല. മറിച്ച് ഞാൻ കണ്ണടച്ച ട്രെയിൻ ലേറ്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ കയ്യിൽ പുസ്തകം ഉണ്ടാവും, ഞാൻ അത് നോക്കി തലയും മുമ്പിട്ട് അങ്ങനെ ഇരിക്കും. എന്നിട്ട് അനൗൺസ്മെന്റ് വന്നാൽ ഞാൻ ആരെയും നോക്കില്ല, ഞാൻ നേരെ ട്രെയിൻ നോക്കി ട്രെയിൻ മാത്രം നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടുത്തെ തിരക്ക് കാണും, ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടുത്തെ തിരക്ക് കാണും. ഈ രണ്ട് തിരക്കും കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ഇത്രയും ആൾക്കാർ കയറാനുണ്ട്, എനിക്ക് സീറ്റ് കിട്ടുമോ എന്തോ. തീർന്നു. അപ്പൊ അവിടെ തീർന്നു. മറിച്ച് ട്രെയിൻ വന്നു, എനിക്ക് കയറിയിട്ട് അവിടെ ഒരു സീറ്റിൽ ഇരിക്കണം. സൈഡ് സീറ്റ് കിട്ടിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചകൾ കാണാമായിരുന്നു. ചിലപ്പോൾ കയറുമ്പോൾ സൈഡ് സീറ്റ് കിട്ടില്ല, പക്ഷെ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടും. മറിച്ച് ഞാൻ എന്തൊക്കെ സൈഡ് സീറ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കും, അദ്ദേഹം ഇളകുന്നുണ്ടോ. ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഏകദേശം ഒരു ബാഗ് എടുക്കുക. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, പറഞ്ഞ മാതിരി നേരത്തെ സാറ് തന്നെ വിറകും തീപ്പെട്ടിയുണ്ട്, കത്തിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും നിങ്ങൾ എവിടെ ഇറങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ ഇറങ്ങുന്നതിന് എന്നൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ ചിലപ്പോ എന്ത് ചെയ്യും, നല്ല തിരക്കാണെങ്കിൽ വെള്ളക്കുപ്പി കയ്യിലെടുത്ത് വെക്കും, അല്ലെങ്കിൽ കുട കയ്യിലെടുത്ത് വെക്കും. എന്നിട്ട് ഉള്ളിരിക്കുന്ന ആളോട്, ജനലിന്റെ അടുത്തിരിക്കുന്ന ആളോട് പറയും, ആ സീറ്റ് ഒന്ന് പിടിച്ചേക്കണേ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, വേഗം വാട്ടർ ബോട്ടിൽ അവിടെ ഇട്ടു. കണ്ടോ, ഞാൻ സീറ്റിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എന്റെ മുന്നിലേക്ക് 10 ആൾ നിൽക്കുന്നുണ്ട്, ഇവരല്ല എന്റെ പ്രശ്നം, ആ സീറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പൊ നടന്നോ. അപ്പൊ ഞാൻ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാനും ഇപ്പൊ അപ്ലൈ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ നോക്കാന്നേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അത്
നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ ഫീലിങ്ങും നമ്മുടെ വൈബ്രേഷനും പോകുന്നതുകൊണ്ടാണ് നടക്കാതിരിക്കാവുന്ന കാര്യം. നമ്മൾ തന്നെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്താനൊക്കെയാണ് ഒരു ബ്ലോക്കും. എന്തായാലും ഞാനും ഇപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയാം നേരത്തെ കണ്ണട പോയ പോലെ അത് കിട്ടുന്നേ എവിടെ പോകാൻ. പക്ഷെ ഇപ്പൊ അത് വേണ്ട, അത് വെച്ചിട്ട് നീ ആ പരിപാടി ചെയ്യണ്ട, അത് കണ്ണിന് കേടാം. ഇപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, അതും കൊണ്ട് വീണ്ടും ഇരിക്കും. അപ്പൊ അച്ഛന് കൊടുക്കേണ്ട ചായ കൊടുക്കാൻ ലേറ്റ് ആവും. കാരണം ചായ കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹമാണ്. ഓട്സ് ഉണ്ടാക്കണം, അത് ഓട്സ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ 8 മണി കഴിയും അത് കുടിക്കാൻ. നമ്മൾ നേരത്തെ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഹാബിറ്റ്സിൽ, 7 മണിക്ക് മുന്നേ കഴിച്ചാൽ ശരീരത്തിന് നല്ലത്. അപ്പൊ ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടാണ് ഇതുമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കിയത് കൊണ്ട് 7 മണിക്ക് മുന്നേ ഞാനത് കുടിച്ചു. അപ്പോൾ God has a great plan for me. ഇതിന്റെ ഇടയിൽ നമ്മുടെ മറ്റ് പല കാര്യങ്ങളും നടക്കേണ്ടതുണ്ട് എന്നുള്ളത് യൂണിവേഴ്സിന് അറിയുന്നതുകൊണ്ടാണ് അത് മാറ്റി എപ്പിച്ചതാണ്. God has a great plan for me. ഇപ്പോ എന്റെ മകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റിയില്ല, ലോട്ടറി അടിച്ചില്ല. അപ്പൊ ഈശ്വരന് മറ്റെന്തോ വലിയ പ്ലാൻ ഉണ്ട്. ഐ ജസ്റ്റ് വെയിറ്റ്. പക്ഷെ എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്, നോക്കാം. ഇപ്പോ അത് നടത്തേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആണെന്ന് ചിന്തിച്ചാൽ നമുക്ക് സമാധാനത്തോടുകൂടി പോകാം. ആഫ്റ്റർ ഓൾ ഇത് മാത്രമാണ് വലുത്, സമാധാനം. കാര്യം നടന്നോ എന്നുള്ളതല്ല, നമ്മുടെ സമാധാനമുള്ള ഒരു ജീവിതമാണ് ഏറ്റവും വലുത്. ഓക്കെ, താങ്ക് യു. ഇനി ആരാ ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോളൂ മുസ്തഫ സാർ, പറഞ്ഞോളൂ. നല്ലൊരു പണിനം, നല്ല ഉദാഹരണ സഹിതം നല്ല ക്ലാസ്. ടൈം കഴിയാറായി, നല്ല ഉദാഹരണ സഹിതം ക്ലാസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നന്നായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആരും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ മാം? ഓക്കെ. നമ്മളൊരു കാര്യം വാങ്ങാനോ ചെയ്യാനോ ഉദ്ദേശിച്ചാൽ സംശയമോ കംപ്ലൈന്റോ ഇല്ലാതെ ക്ലാരിറ്റിയോടെ, അതായത് നമ്മുടെ ചിന്തകളും ഫീലിങ്സും ക്ലിയർ ആക്കി അത് കിട്ടിയ പോലെ ആഴത്തിൽ മനസ്സിൽ ചിന്തിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് പടിപടിയായി നടത്തിത്തരും. അതിന്റെ പോസിറ്റീവ് എനർജിയോട് കൂടി വിലപ്പെട്ട നല്ലൊരറിവ് ഈ സെഷനിലൂടെ നമുക്ക് നൽകിയ പ്രവീണ മാമിനെ ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you, Pravina ma'am. Thank you all. Thank you all. Thank you all.